ക്ലാസിക് പദവി നൽകുന്നത് വിദഗ്ധ സമിതിക്ക് വിടും. കൊച്ചി മെട്രോ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും. പാലക്കാട് കോച്ച് ഫാക്ടറി ഉടൻ യാഥാർത്ഥ്യമാക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ടൂജി അഴിമതി കേസിൽ ആരോപണ വിധേയനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പി ചിദംബരം രാജിവെക്കുന്നതുവരെ പാർലമെന്റ് ബഹിഷ്കരിക്കാൻ NDA യോഗത്തിൽ തീരുമാനം. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം നാളെ മുതൽ. പാലക്കാട്ടും വയനാട്ടിലും വീണ്ടും കർഷക ആത്മഹത്യ. പാലക്കാട്ടെ മരണം കാർഷിക കടം കൊണ്ടല്ലെന്ന് വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്. ഉമ്മൻചാണ്ടി സർക്കാർ കർഷകരെ അവഗണിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കണ്ഠര് മോഹനരുടെ വിലക്ക് തീർന്നെന്നും ശബരിമല തന്ത്രിയാക്കുന്നതിൽ എതിർപ്പില്ലെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ടോട്ടൽ എക്സ്പോസിൽ ഇസ്രത് ജഹാനെ കൊന്നതു തന്നെ. ഏറ്റുമുട്ടൽ വ്യാജമെന്ന്. പാർട്ടി സമ്മേളനങ്ങളിലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായി നേരിടാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. 3 തവണ പദവി എന്നത് ഇത്തവണ നിർബന്ധമാക്കേണ്ടെന്ന്. ഉത്തർപ്രദേശിനെ 4ആയി വിഭജിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന നിയമസഭയിൽ പ്രമേയം പാസാക്കിയത് പ്രതിപക്ഷ ബഹളത്തിനിടെ. മൂന്നാം ടെസ്റ്റിന് നാളെ മുംബൈയിൽ തുടക്കം. സച്ചിന്റെ ജന്മനാളും ആരാധകരും. 2ാം ടെസ്റ്റിലെ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. രൂപയുടെ ഡോളറുമായുള്ള മൂല്യം ഏറ്റവും താഴ്ന്ന നില. എഡിറ്റേഴ്സ് ചോയ്സ്. തൃശൂരിലെ വടക്കേച്ചിറയും പാറമടകളും കുടിവെള്ള കച്ചവടവും. മലയാളത്തിന് ക്ലാസിക് പദവി നൽകുന്ന കാര്യം വിദഗ്ധ സമിതിക്ക് വിടും. മുല്ലപ്പെരിയാർ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ആശങ്ക പരിഗണിക്കും. കൊച്ചി മെട്രോ അടുത്ത വർഷം കേരളം സന്ദർശിക്കുമെന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഉറപ്പ് നൽകി. വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ദീപ്തിഷ് കൃഷ്ണ തത്സമയം ചേരുന്നു. ദീപ്തിഷ്, ബഹുദൂരം വന്ന് അതിവേഗം ചില വലിയ ഉറപ്പുകൾ നേടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംഘവും മടങ്ങാനൊരുങ്ങുന്നു. ഉറപ്പുകൾ പാലിക്കപ്പെട്ടാൽ കേരളത്തിൽ വലിയൊരു വികസന വിപ്ലവം വരില്ലേ? അതേ കൃഷ്ണരാജ്, കേരളത്തിന്റെ ഒരു വികസന വിപ്ലവത്തിന് തുടക്കം കുറിക്കാവുന്ന വിവിധ വലിയ പദ്ധതികൾക്കാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും സംഘവും കേന്ദ്ര സർക്കാരിൽ നിന്നും അനുമതി വാങ്ങിയെടുത്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ബംഗാൾ മാതൃകയിൽ 11,000 രൂപയുടെ ഒരു സാമ്പത്തിക പാക്കേജ് കേരളത്തിന് അനുവദിക്കാമെന്നാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രണബ് മുഖർജിയുമായി, കേന്ദ്ര ധനമന്ത്രി പ്രണബ് മുഖർജിയുമായി ഉടൻ ചർച്ചകൾ നടത്തും. അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, മലയാളത്തെ ക്ലാസിക്കൽ പദവിയാക്കി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഉണ്ടാക്കിയ പ്രതിസന്ധി പ്രധാനമന്ത്രിയെ മോചിപ്പിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ കബോട്ടാഷ് നിയമത്തിൽ ഇളവ് വരുത്തുന്ന കാര്യം അനുവദിക്കാമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ കബോട്ടാഷ് നിയമത്തിൽ ഇളവ് വരുത്താമെന്നാണ് പ്രധാനമന്ത്രി